PP പെയിന്റ് ഷോറൂമുകളിൽ നിന്നും പെയിന്റ് വാങ്ങൂ, നിങ്ങളുടെ വീടുകൾക്ക് നേടാം 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ്. PP പെയിന്റ്സിന്റെ ഓട്ടുപാറ, ചേലക്കര, എരുമപ്പെട്ടി എന്നീ ഷോപ്പുകളിൽ നിന്നും 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഏത് കമ്പനികളുടെ പെയിന്റ് വാങ്ങുമ്പോഴും തീപിടുത്തം, ഇടിമിന്നൽ, വെള്ളപ്പൊക്കം, ഭൂകമ്പം തുടങ്ങി 12ഓളം കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ നേടാം ഫ്രീ ആയി 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ്. കൂടുതൽ വിവരങ്ങൾക്ക് PP പെയിന്റ്സ് ഷോറൂമുകൾ സന്ദർശിക്കൂ. PP പെയിന്റ്സ്, ഓട്ടുപാറ, ചേലക്കര, എരുമപ്പെട്ടി. ഏവർക്കും PP പെയിന്റ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ വേണ്ടിവന്നാൽ സമരത്തിന് ഇറങ്ങുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. കപട ഭക്തന്മാർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്നതാണ് പ്രശ്നം. 2019-ലും 2025-ലുമാണ് വിവാദം ഉയരുന്നത്. 2 കാലയളവിലും UDF ആയിരുന്നില്ല അധികാരത്തിൽ. രാഷ്ട്രീയകാര്യ സമിതിയിൽ വിഷയം ചർച്ച ചെയ്യുമെന്നും കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വർണ്ണപ്പാളികൾ നേരെയാക്കാൻ കൊണ്ടുപോയത് 2019-ലും 2025-ലുമാണ്. ആ 2 തവണയും UDF അല്ല അധികാരത്തിൽ. ഇതേപ്പറ്റി വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തണമെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറല്ല. 6-ാം തീയതി നടക്കുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ വിഷയം ചർച്ച ചെയ്യേണ്ടി വന്നാൽ സമരത്തിന്റെ പാതയിലേക്ക് ഞങ്ങൾ കടക്കും, കെ മുരളീധരൻ പറഞ്ഞു. സ്വർണം കട്ട സംഭവം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായി കപട ഭക്തന്മാരുടെ കയ്യിൽ ദേവസ്വം ബോർഡ് ഉള്ളതിന്റെ ദുരന്തമാണ് അയ്യപ്പന് വരെ അനുഭവിക്കേണ്ടി വന്നത്. ശബരിമലയിലെ സ്വർണം പരിസരം വിട്ട് കൊണ്ടുപോകരുത് എന്നാണ് നിയമത്തിൽ പറയുന്നത്. ഇപ്പോൾ സ്പോൺസർ എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പീഠം കണ്ടെത്തി. അയ്യപ്പ സംഗമം സ്പോൺസർ ചെയ്തത് ആരൊക്കെയെന്ന് തങ്ങൾക്ക് അറിയണം. ഇങ്ങനെയുള്ള എത്ര ഉണ്ണി നമ്പൂതിരിമാർ സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്ന് തങ്ങൾക്കറിയണം. ഇക്കാര്യത്തിൽ എത്ര ഒളിച്ചുകളി നടത്തിയാലും പാർട്ടി അതിൽ നടപടിയെടുക്കും. പാർട്ടി വിശ്വാസികളുടെ കൂടെയാണ്. വിശ്വാസികളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് അടുത്ത കാലത്ത് സംഭവിക്കുന്നത്. അതിനെതിരെ പാർട്ടി ശക്തമായ നിലപാട് സ്വീകരിക്കും. കാര്യങ്ങൾ പാർട്ടി യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.